നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ ഇനി സൂപ്പർ പോരാട്ടങ്ങളുടെ സൂപ്പർ ദിനങ്ങളാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാന സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിൽ വെച്ചിട്ട് നടക്കുന്നു. ടീമുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. ബാഴ്സലോണയും അത്ലറ്റിക് ക്ലബ്ബും റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡുമാണ് മാറ്റുരക്കുന്നത്. ഇപ്പോൾ റയലിലെ മുഴുവൻ താരങ്ങളും അങ്ങോട്ടേക്ക് എത്തും. അതിൻ്റെ കാരണം ടീം സ്പിരിറ്റ് നിലനിർത്തുക, പരിക്കും മറ്റു പ്രശ്നങ്ങളുള്ളവരെയൊക്കെ കൊണ്ടുപോവുക. ബാഴ്സലോണയും ഏതാണ്ട് അതുപോലെ തന്നെ ഒരുങ്ങിയാണ് എത്തുന്നത്. എന്നാൽ സ്പാനിഷ് കോച്ച് ലൂയിസ് ഡി ലാഫ്യൂവിൻ്റെ മത്സരങ്ങൾ കാണാൻ എത്തുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഫ്ലൂ ആണ്, അതുകൊണ്ട് അദ്ദേഹം എത്തില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നു. കളി നാളെ ആരംഭിക്കുകയാണ്. നാളെ ആദ്യ സെമി ഫൈനൽ മത്സരം കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ജിദ്ദയിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 FC ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ കളിക്കുകയാണ്. ഈ വർഷത്തെ ആദ്യ കിരീടത്തിലേക്കുള്ള പ്രയാണം ബാഴ്സലോണ അവിടെ തുടങ്ങുമോ എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നത്. അതേസമയം രണ്ടാം സെമി ഫൈനൽ മത്സരം മാഡ്രിഡ് ഡെർബിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ സൗദി അറേബ്യയുടെ നഗരമായ ജിദ്ദയിൽ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 12:30 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയാണ് കളി. ഇന്ത്യൻ സമയം നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ 12:30 അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടും. മാഡ്രിഡ് ഡെർബിയിൽ ആര് ജയിക്കും എന്നുള്ളതും ആരാധകരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രിയാണ്. ഇന്ത്യൻ സമയം പറഞ്ഞാൽ തിങ്കളാഴ്ച പുലർച്ചെ 12:30 ജിദ്ദയിൽ തന്നെ ഈ ഫൈനൽ മത്സരവും നടക്കുന്നത്. ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം ജിദ്ദയിൽ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും തകർപ്പൻ പോരാട്ടങ്ങൾക്ക് വേദിയാകുന്നു സൗദി അറേബ്യൻ നഗരമായ ജിദ്ദ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.